ഹായ് എവ്രി വൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓൺ ദിസ് ചാനൽ. ലേൺ ഇംഗ്ലീഷ് ത്രൂ ന്യൂസ് പേപ്പറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂസ് ഇതാണ്. ആസ് ട്രാഫിക് കർബ്സ് കിക്ക് ഇൻ, ന്യൂ ഡൽഹി വേസ് എ ഡെസേർട്ടഡ് ലുക്ക്. വാർത്ത വളരെ ചെറുതായിരിക്കും, പക്ഷേ ഞാനിപ്പോൾ സൂം ചെയ്യും, അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ആദ്യം നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈൻ ഒന്ന് നോക്കാം. ആസ് ട്രാഫിക് കർബ്സ് കിക്ക് ഇൻ, ന്യൂ ഡൽഹി വേസ് എ ഡെസേർട്ട് ലുക്ക്. അപ്പോൾ ഡൽഹിയുമായി ബന്ധപ്പെട്ടുള്ളൊരു വാർത്തയാണ്. നമുക്കിതിൻ്റെ ഹെഡ്ലൈൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ, വലിയ ഫോണ്ട് ആയതുകൊണ്ടാണ്. ആസ് ട്രാഫിക് കർബ്സ് കിക്ക് ഇൻ എന്ന് പറയുന്ന ഭാഗത്ത് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ ആസ് എന്ന് പറയുന്നത് നമ്മളൊരു കൺജങ്ഷനായിട്ട് യൂസ് ചെയ്യുന്നൊരു വേർഡാണ്. ഇതിന് നമ്മളെപ്പോഴും ആസിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് വരിക പോലെ അല്ലേ, ആസ് ദിസ്, ഇതുപോലെ, അതുപോലെ, പോലെ, ആസ്. എന്നാൽ ആസ് ഒരു കൺജങ്ഷനായിട്ട് നമ്മൾ വെൻ എന്ന അർത്ഥത്തിൽ കൂടി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നിങ്ങൾക്കറിയാലോ അത്, ആസ് വെൻ. അപ്പോൾ ഇവിടെ നമ്മൾ വെൻ എന്നാണ് വിചാരിക്കുക. വെൻ ട്രാഫിക് കർബ്സ് അല്ലേ, ട്രാഫിക് കർബ്സ്. ഇവിടെ കേബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേബ് ഒരേ സമയം വെർബുമാണ് നൗണുമാണ്. സാധാരണയായിട്ട് ഇത് വെർബായിട്ടാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കാറുള്ളത്. കേബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത്, നിയന്ത്രിക്കുക. അതേസമയം ഇതൊരു നൗൺ കൂടിയാണ്. കേബ്സ് എന്ന് പറഞ്ഞാൽ ഇതാ നോക്കിയേ, ഇതാ താഴെ ഇവിടെ പ്രത്യേകം എടുത്തു തന്നിട്ടുണ്ട്. കേബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രണം. ഓക്കെ, നിയന്ത്രണം എന്ന് പറയുമ്പോൾ ഇത് നൗണാണ്. നിയന്ത്രിക്കുക അല്ലെങ്കിൽ നിരോധിക്കുക എന്ന അർത്ഥത്തിൽ ഇത് വെർബ് കൂടിയാണ്. അതായത് ടു കൺട്രോൾ ഓർ ലിമിറ്റ് സംതിങ് ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യത്തെ നമ്മൾ നിയന്ത്രിക്കുക, കർബ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഷുഡ് ബി കർബ്ഡ് അല്ലേ, ദിസ് ഷുഡ് ബി കർബ്ഡ് എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് നമ്മൾ നിയന്ത്രിക്കണം, ഇത് നിയന്ത്രിക്കണം. എന്നാൽ നിയന്ത്രണം എന്ന അർത്ഥത്തിൽ നൗണായും ഇത് യൂസ് ചെയ്യാറുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ട്രാഫിക് കർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതാഗത നിയന്ത്രണം എന്ന അർത്ഥത്തിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആസ് ട്രാഫിക് കർബ്സ്, ഗതാഗത നിയന്ത്രണം, വെൻ ട്രാഫിക് കർബ്സ് അല്ലെങ്കിൽ ആസ് ട്രാഫിക് കർബ്സ് കിക്ക് ഇൻ. ട്രാഫിക് കർബ് കിക്ക് ഇൻ ചെയ്യപ്പെടുമ്പോൾ എന്താ കിക്ക് ഇൻ? കിക്ക് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രങ്ങളിൽ സ്ഥിരം യൂസ് ചെയ്യുന്നൊരു വേർഡാണ്. നിലവിൽ വരിക, എന്തെങ്കിലും ഒരു സംഗതി ടു ബിഗിൻ ടു ഹാവ് ആൻ എഫക്റ്റിൽ വരിക. ഓക്കെ, അല്ലെങ്കിൽ നിലവിൽ വരിക. താഴെ അതിൻ്റെ അർത്ഥം ഇവിടെ തന്നിട്ടുണ്ട്, നിലവിൽ വരിക. കിക്ക് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ വരിക. ഓക്കെ, അപ്പോൾ കിക്ക് ഇൻ നിലവിൽ വരിക. അപ്പോൾ ആ ട്രാഫിക് കർബ്സ് കിക്ക് ഇൻ, ഗതാഗത നിയന്ത്രണം നിലവിൽ വരുമ്പോൾ ന്യൂ ഡൽഹി വെയേഴ്സ്. ഈ വെയർ എന്ന് പറയുന്ന വാക്ക് നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളത് എപ്പോഴാണ്? വസ്ത്രം ധരിക്കുക എന്നുള്ള അർത്ഥത്തിൽ അല്ലേ. വസ്ത്രം ധരിക്കുന്നതിന് നമ്മൾ വെയർ എന്ന് പറയാറുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ, വെയർ ധരിക്കുക, അണിയുക, വസ്ത്രം തണിയുക, വസ്ത്രം ഡ്രസ്സൊക്കെ അല്ലേ. വെയർ ദ ഷർട്ട്, വെയർ ദ പാൻറ്. ഇനി അത് വേണ്ട, വസ്ത്രം വേണ്ട, വാച്ച് ധരിക്കുക, വെയർ ദ വാച്ച്, വെയർ സ്പെക്സ്. പുട്ടോൺ എന്ന അർത്ഥത്തിൽ, പുട്ടോൺ എന്ന് പറഞ്ഞാൽ വെയർ, ധരിക്കുക. ഇവിടെ ആ അർത്ഥത്തിലല്ല അത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് വേറൊരു അർത്ഥം കൂടിയിട്ട്, കാണപ്പെടുക. ഈ രൂപത്തിൽ അത് കാണപ്പെടുക അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുക, അപ്പിയർ എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യാറുണ്ടോ. അപ്പോൾ ന്യൂ ഡൽഹി വെയേഴ്സ്, ന്യൂ ഡൽഹി എങ്ങനെയാണ് കാണപ്പെടുന്നത്? എ ഡെസേർട്ടഡ് ലുക്ക്, ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു ലുക്കിൽ, അതായത് ഒറ്റപ്പെട്ട ലുക്കിൽ. ഡെസേർട്ടഡ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ അല്ലെങ്കിൽ വിജനമായ. ഡെസേർട്ടഡ് മീൻസ് വിജനമായ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വേർഡ് കൂടി നിങ്ങളൊന്ന് ആഡ് ചെയ്യണം. വിജനമായിട്ടുള്ള ഡെസേർട്ട്, ഇവിടെ ഡെസേർട്ടഡ് അല്ലേ. ഡെസേർട്ടഡ് എന്ന് പറഞ്ഞാൽ വിജനമായ. ഓക്കെ, വിജനമായ, അത് ഓർമ്മയിലുണ്ടായിരിക്കും, ഡെസേർട്ടഡ് ലുക്ക്. അപ്പോൾ ഒരു ഡെസേർട്ടഡ് ലുക്ക്, ഒരു എന്താ പറയുക, ഒറ്റപ്പെട്ട രൂപത്തിലുള്ള, വിജനമായ രൂപത്തിലുള്ള ഒരു കാഴ്ചയാണ് എവിടെ കാണുന്നത്? ഡൽഹിയിൽ കാണുന്നത്, അല്ലെങ്കിൽ ഡൽഹിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്തിൻ്റെ ഭാഗമായിട്ട്? ആസ് ട്രാഫിക് കർബ്സ് കിക്ക് ഇൻ. നമ്മളിപ്പോൾ പഠിച്ച ഈ വാർത്ത, അപ്പോൾ നമ്മൾ ഹെഡ്ലൈൻ കണ്ടു. ആ വാർത്തയെ ഞാനിവിടെ സൂം ചെയ്ത് തരികയാണ്, കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ന്യൂഡൽഹി ബ്യൂറോയിലെ വാർത്തയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് നോക്കാം. വിത്ത് മോർ ദാൻ 50,000 ഡൽഹി പോലീസ് പേഴ്സണൽ ഓൺ ഗ്രൗണ്ട്. പോലീസ് പേഴ്സണൽ ഓൺ ഗ്രൗണ്ട്. അത് പോലീസ് പേഴ്സണൽ മീൻസ് പേഴ്സണിൻ്റെ മറ്റൊരു വാക്കാണ്. അതായത് പോലീസുകാർ, 50,000-ലധികം പോലീസുകാർ വിത്ത് അല്ലേ, എന്തിൻ്റെയോ ഭാഗമായിട്ട് അല്ലെങ്കിൽ
അതിനെ ആഡ് ചെയ്തുകൊണ്ട് പറയുന്നു, വിത്ത് മോർ ദാൻ 50,000 ഡൽഹി പോലീസ് പേഴ്സണൽ ഓൺ ദ ഗ്രൗണ്ട്. 50,000-ലധികം പോലീസ് സേന, പോലീസുകാർ ഓൺ ദ ഗ്രൗണ്ടിൽ ആയതിൻ്റെ ഭാഗമായി. ഓക്കെ, എന്താ ഈ ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്? ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ സംഭവ സ്ഥലത്ത് സജീവമാവുക. അപ്പോൾ 50,000-ഓളം പോലീസുകാർ സംഭവ സ്ഥലത്ത് സജീവമായി. ആൻഡ് സ്ട്രിഞ്ചൻറ്റ് ട്രാഫിക് റെഗുലേഷൻസ്. വാട്ട് ഈസ് സ്ട്രിഞ്ചൻറ്റ്? വളരെ പ്രധാനപ്പെട്ട ഒരു വേർഡാണ്, എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. സ്ട്രിഞ്ചൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കർശനമായിട്ടുള്ളത് എന്നാണ് അർത്ഥം. സ്ട്രിഞ്ചൻറ്റ് മീൻസ് വളരെ കർശനമായ, അതായത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് അർത്ഥം. സ്ട്രിക്റ്റ് ആയിട്ടുള്ളത്, കർശനമായ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നോക്കി, സ്ട്രിഞ്ചൻറ്റ് മീൻസ് കർശനമായ, സ്ട്രിക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ തൊട്ടിപ്പുറത്ത് എന്താ വന്നിരിക്കുന്നത്? ട്രാഫിക് റെഗുലേഷൻസ് ആണ്. വാട്ട് ഈസ് ട്രാഫിക് റെഗുലേഷൻസ്? ട്രാഫിക് റെഗുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതാഗത നിയന്ത്രണങ്ങൾ. ട്രാഫിക് റെഗുലേഷൻസ് ഇൻ പ്ലേസ് ഇൻ വ്യൂ ഓഫ്, എവിടെയാ? G20 സമ്മിറ്റിൻ്റെ ഭാഗമായി. എന്താ G20 സമ്മിറ്റ്? സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഉച്ചകോടിയാണ്. ഉച്ചകോടി. ഓക്കെ, സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഉച്ചകോടിയാണ്. അപ്പം G20 സമ്മിറ്റിൻ്റെ ഭാഗമായി ആ സ്ഥലത്തിന് പ്ലേസിൽ സ്ട്രിഞ്ചൻറ്റ് ട്രാഫിക് റെഗുലേഷൻസും ഉൾപ്പെടുത്തുകയും, അതായത് ഗതാഗതം ഭയങ്കര സ്ട്രിഞ്ചൻ്റ് ആയിട്ട് കർശനമായിട്ടുള്ള ഗതാഗത നിയന്ത്രണം കൊണ്ടുവരികയും 50,000 പോലീസുകാരെ അവിടെ ഓൺ ദ ഗ്രൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഓൺ ദ ഗ്രൗണ്ടിലാവുകയും ചെയ്തതിൻ്റെ ഭാഗമായി, സംഭവ സ്ഥലത്ത് സജീവമാവുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? ദ ന്യൂഡൽഹി ഡിസ്ട്രിക്റ്റ് ഏരിയ, ന്യൂഡൽഹി ആ ഡിസ്ട്രിക്ട് ജില്ലയുടെ ആ ഏരിയയിൽ വെള്ളിയാഴ്ച ഓൺ ഫ്രൈഡേ വോർ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു, പ്രത്യക്ഷപ്പെടുക. എന്ത്? ഡെസേർട്ടഡ് ലുക്ക്. ഡെസേർട്ടഡ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഒറ്റപ്പെട്ട വിജനമായ ഒരു കാഴ്ച ആണ് അവിടെ കാണുന്നത്. ദ ഏരിയ വാസ് ഹെവിലി ബാരിക്കേഡഡ്. വാട്ട് ഈസ് ബാരിക്കേഡഡ്? എന്താ ഈ ബാരിക്കേഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബാരിക്കേഡ് എന്ന് പറഞ്ഞാൽ അതൊരു നൗണ് കൂടിയാണ്, പക്ഷെ അതൊരു വെർബ് കൂടിയാണ്. ഇവിടെ ഞാൻ പറയുന്നത് വെർബായിട്ടുള്ള ബാരിക്കേഡിനെയാണ്, വഴി അടയ്ക്കുക എന്നാണ്. ബാരിക്കേഡ് എന്ന് പറഞ്ഞാൽ വഴി അടയ്ക്കുക. ഓക്കെ, വഴി അടയ്ക്കുക. വിത്ത് ദ പോലീസ് ചെക്കിങ്, പോലീസ് ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് അല്ലേ, ബാരിക്കേഡ്, വഴി അടച്ചു. ഓൾ വെഹിക്കിൾസ്, എല്ലാ വാഹനങ്ങളും. ആൻഡ് ഐഡീസ് ഓഫ് ദോസ് ഹു എൻറ്ററിങ് ലാൻഡ്മാർക്സ് അറൗണ്ട് ദ സമ്മിറ്റ് വെന്യൂ, ആ സമ്മിറ്റിൻ്റെ ഉച്ചകോടിയുടെ വേദി. സമ്മിറ്റ് വെന്യൂ എന്ന് പറഞ്ഞാൽ ഉച്ചകോടിയുടെ വേദി. വെന്യൂ മീൻസ് എന്താണ്? വേദിയാണ്. ഓക്കെ, വേദി. ആൻഡ് ഹോട്ടൽസ് വേർ ദ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലായത്? 50,000 പോലീസുകാരെ നിയമിച്ചതിൻ്റെ ഭാഗമായിട്ട്, സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള കർശനമായിട്ടുള്ള ട്രാഫിക് റെഗുലേഷൻ, ഗതാഗത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സമ്മിറ്റ്, അതായത് ഉച്ചകോടി നടക്കുന്ന ആ ഭാഗത്ത് ഡൽഹിയിൽ എന്താണ്? ഒരു ഡെസേർട്ടഡ് ലുക്കാണ്, ഒരു വിജനമായ കാഴ്ചയാണ്. ദ ഏരിയ വാസ് ഹെവിലി ബാരിക്കേഡഡ്. ആ ഏരിയ വളരെ എന്താ പറയുക, സ്ട്രോങ് ആയിട്ട് ഹെവിലി ബാരിക്കേഡ് ചെയ്തു, വഴി അടയ്ക്കപ്പെട്ടു. വിത്ത് പോലീസ് ചെക്കിങ്, പോലീസ് ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട്. പോലീസ് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്? ഓൾ വെഹിക്കിൾസ്, എല്ലാ വാഹനങ്ങളും. ഓക്കെ, ഓൾ വെഹിക്കിൾസ് ആൻഡ് ഐഡീസ് ഓഫ് ദോസ് എൻറ്ററിങ് ലാൻഡ്മാർക്സ് അറൗണ്ട് സമ്മിറ്റ് വെന്യൂ, സമ്മിറ്റ് വെന്യൂവിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ ഐഡികളും പോലീസ് ചെക്ക് ചെയ്യുകയാണ്. ആൻഡ് ഹോട്ടൽസ് വേർ ദ ഡെലിഗേറ്റ്സ് ആർ സ്റ്റേയിങ്, അതുപോലെ ഈ ഡെലിഗേറ്റ്സ് സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽസും പോലീസ് എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡെലിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെലിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രതിനിധി, ഏതെങ്കിലും സമ്മേളനത്തിലോ അല്ലെങ്കിൽ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുന്ന പ്രതിനിധികളെയാണ് നമ്മൾ ഡെലിഗേറ്റ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഡെലിഗേറ്റ്സ് എന്നുള്ള പ്രയോഗം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓൾ ഗവൺമെൻറ്, പ്രൈവറ്റ്, ഫിനാൻഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ ഏരിയ റിമെയിൻഡ് ഷട്ട്. ആ പ്രദേശത്തുള്ള എല്ലാ വിദ്യാഭ്യാസവും പ്രൈവറ്റ് ആയിട്ടുള്ളതും സാമ്പത്തികമായിട്ടുള്ളതുമായിട്ടുള്ള ഓഫീസുകളെല്ലാം റിമെയിൻഡ് ഷട്ട്. റിമെയിൻ ഷട്ട് എന്ന് പറഞ്ഞാൽ അടഞ്ഞു കിടക്കുക എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്. എന്താണ് റിമെയിൻ ഷട്ട് എന്ന് പറഞ്ഞാൽ? അടഞ്ഞു കിടക്കുക. റിമെയിൻ ഷട്ട്, അടഞ്ഞു കിടക്കുക. ദ ഡിസ്ട്രിക്റ്റ് ഹാസ് ബീൻ ഡെസിഗ്നേറ്റഡ്. അതായത് ഡെസിഗ്നേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയുക്തമായ, ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിയുക്തമായിട്ടുള്ള അല്ലെങ്കിൽ
നിർദ്ദേശിക്കപ്പെട്ട എന്നാണ് അതിൻ്റെ അർത്ഥം. അലൊക്കേറ്റഡ് ആയിട്ടുള്ള. ആസ് കൺട്രോൾഡ് സോൺ 1 ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ട, നിർദ്ദേശിക്കപ്പെട്ട സ്ഥലമാണ്. ഫ്രം 5 AM ഓൺ ഫ്രൈഡേ, വെള്ളിയാഴ്ച രാവിലെ 5 മണി മുതൽ സൺഡേ 11:59 PM ഓൺ സൺഡേ 11:59 PM വരെയുള്ള സമയങ്ങളിൽ. ദ മൂവ്മെൻറ്റ് ഓഫ് വെഹിക്കിൾസ് ഇസ് ബീങ് റെഗുലേറ്റഡ്. വാഹനങ്ങളുടെ മൂവ്മെൻറ്റ്, സഞ്ചാരം എന്ത് ചെയ്യപ്പെടുന്നു? നിയന്ത്രിക്കപ്പെടുന്നു. ബട്ട് റെസിഡൻസ് ആൻഡ് ടൂറിസ്റ്റ് സ്റ്റേയിങ് ഇൻ ദിസ് ഏരിയ, ആ ഏരിയയിൽ താമസിക്കുന്ന ടൂറിസ്റ്റുകളും റെസിഡൻസും സ്റ്റേയിങ് ഇൻ ദിസ് ഏരിയ ഹാവിങ് വാലിഡ് ഐഡൻറ്റിഫിക്കേഷൻ, അവർക്ക് ഒരു വാലിഡ് ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സുകൾ വേണം. ആർ ബീങ് പെർമിറ്റഡ് ടു ട്രാവൽ, അതുണ്ടെങ്കിൽ മാത്രമേ, അതായത് വാലിഡ് ഐഡൻറ്റിഫിക്കേഷൻ, സാധുവായിട്ടുള്ള തിരിച്ചറിയൽ രേഖകളുള്ള ആളുകൾ മാത്രമേ അവിടെ പെർമിറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. മനസ്സിലായില്ലേ? ദ മൂവ്മെൻറ്റ് ഓഫ് ദ വെഹിക്കിൾസ് ഈസ് ബീങ് റെഗുലേറ്റഡ്, ആ ഭാഗത്തുള്ള വാഹനങ്ങളുടെ സഞ്ചാരം നിയന്ത്രിക്കപ്പെടുന്നു. പക്ഷേ റെസിഡൻസ്, അവിടുത്തെ താമസക്കാർക്കും, അതുപോലെ ടൂറിസ്റ്റ് സ്റ്റേയിങ് ഇൻ ദ ഏരിയ ഹാവിങ് വാലിഡ് ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സ്, സാധുവായിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് രേഖകളുള്ള ആർക്ക്? അവിടുത്തെ സഞ്ചാരികൾക്കും ബീങ് പെർമിറ്റഡ് മീൻസ് അവരെ അങ്ങോട്ട് പെർമിറ്റ് ചെയ്യപ്പെടുന്നു. ടു ട്രാവൽ, സഞ്ചരിക്കാൻ വേണ്ടി അവരെ പെർമിറ്റ് ചെയ്യും. ഒഫീഷ്യൽ സെഡ്, ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇനി ഡൽഹി ട്രാഫിക് പോലീസ് ഹാസ് റിസ്ട്രിക്റ്റഡ്. എന്താണ് ഡൽഹി ട്രാഫിക് പോലീസ് റിസ്ട്രിക്റ്റഡ്? ദ എൻട്രി ബസ്സസ് ഇൻ ടു ദ ഡൽഹി ഫ്രം രാജോക്കരി ബോർഡർ. ഡൽഹിയിലെ രാജോക്കരി ബോർഡറിൽ നിന്നുള്ള ബസ്സുകൾ അവിടെ റിസ്ട്രിക്റ്റഡ് ആണ്. ബിഗിനിങ് ഫ്രൈഡേ മുതൽ റിസ്ട്രിക്റ്റ് ചെയ്യപ്പെടും. വൈൽ ദ ഡൽഹി മെട്രോ സ്റ്റാർട്ടഡ് ഇറ്റ്സ് സർവീസസ് അറ്റ് 4 AM ഫ്രം ദ ടെർമിനൽ സ്റ്റേഷൻസ് ഓൺ ഓൾ ലൈൻസ് ഓഫ് ദ നെറ്റ്വർക്ക് ഫ്രൈഡേ. അതായത് വൈൽ ഡൽഹി മെട്രോ എന്തുണ്ട്, സർവീസസ് 4 AM മുതൽ ഫ്രം ദ ടെർമിനൽ സ്റ്റേഷൻസ് ഓൺ ട്രെയിനിൻ്റെ ടെർമിനൽ സ്റ്റേഷനിൽ നിന്ന് ഓൺ ഓൾ ലൈൻസ് ഓഫ് ദ നെറ്റ്വർക്ക് ഫ്രൈഡേ കമ്മ്യൂട്ടേഴ്സ് ഹാഡ് ടു അണ്ടർഗോ എൻഹാൻസ് സെക്യൂരിറ്റി ചെക്കിംഗ് അറ്റ് കീ VVIP ലൊക്കേഷൻസ്. അപ്പോൾ അവിടെ മെട്രോ ട്രെയിൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. വൈൽ ദ ഡൽഹി മെട്രോ സ്റ്റാർട്ടഡ് ഇറ്റ് സർവീസ്, അതിൻ്റെ സർവീസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? 4 AM എവിടുന്നാണ്? ടെർമിനൽ സ്റ്റേഷൻസ് നിന്നാണ്. എല്ലാ ലൈൻസിലേക്കും നെറ്റ്വർക്കുകൾ വെള്ളിയാഴ്ച ഉണ്ടാവും. പക്ഷേ കമ്മ്യൂട്ടേഴ്സും ഹാഡ് ടു അണ്ടർഗോ, പക്ഷെ അതിൽ സഞ്ചരിക്കുന്ന കമ്മ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? യാത്രക്കാരാണ്. അപ്പോൾ ശ്രദ്ധിക്കൂ, കമ്മ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ യാത്രക്കാരാണ്, സ്ഥിര യാത്രക്കാരാണ്. ട്രാവലറും കമ്മ്യൂട്ടറും തമ്മിൽ മാറ്റമുണ്ട്. കമ്മ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തുനിന്ന് അങ്ങോട്ടും പോകുന്നു, അവിടെ തിരിച്ച് ഇങ്ങോട്ടും, അങ്ങനെ സ്ഥിരമായിട്ട് പോകുന്ന ആളുകൾ കമ്മ്യൂട്ടേഴ്സാണ്. ഓക്കെ, അല്ലാതെ ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നതിൽ ഹീസ് എ ട്രാവലറും കമ്മ്യൂട്ടറും രണ്ടിൻ്റെയും അർത്ഥം മലയാളത്തിൽ സഞ്ചാരി അല്ലെങ്കിൽ യാത്രക്കാരനാണ്. ട്രാവലർ ഈസ് എ യാത്രക്കാരൻ, കമ്മ്യൂട്ടർ ഈസ് എ യാത്രക്കാരൻ. ബട്ട് വാട്ട് ഇസ് ദ ഡിഫറൻസ്? കമ്മ്യൂട്ടർ ഡെയിലി ബേസിസിൽ പോയി വരുന്നയാളാണ്, എന്നാൽ അതേസമയം ട്രാവലർ അങ്ങനെ അല്ല, കേവലം ഒരു യാത്രക്കാരൻ. അപ്പോൾ ഇവിടെ കമ്മ്യൂട്ടേഴ്സ് എന്ന് പറയാം, കാരണം പോയി വരുന്ന ആൾക്കാർ, അവർ അധികം ജോലിക്കും ഇതിനൊക്കെ പോകുന്ന ആളാണല്ലോ. അപ്പോൾ അവർ അണ്ടർഗോ, അതായത് വിധേയമാവണം. എന്തിന് വിധേയമാവണം? ഇത് അണ്ടർഗോ എൻഹാൻസ്ഡ് സെക്യൂരിറ്റി, വെറും സെക്യൂരിറ്റി അല്ല, എൻഹാൻസ്ഡ് സെക്യൂരിറ്റി ചെക്കിങ്. എന്താ ഈ എൻഹാൻസ്ഡ് സെക്യൂരിറ്റി ചെക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എൻഹാൻസ്ഡ് സെക്യൂരിറ്റി ചെക്കിങ് എന്ന് പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള, എൻഹാൻസ്ഡ് പറഞ്ഞാൽ വർദ്ധിപ്പിച്ച, തീവ്രമായ സെക്യൂരിറ്റി ചെക്കിങ്, സുരക്ഷാ പരിശോധന. അപ്പോൾ എൻഹാൻസ്ഡ് സെക്യൂരിറ്റി ചെക്കിങ് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം തീവ്രമായ സുരക്ഷാ പരിശോധന എന്നാണ്. ഇനി there were however no traffic restrictions. റിസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മളോട് പറഞ്ഞത് അവിടെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ റിസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞാൽ പരിമിതപ്പെടുത്തൽ, നിയന്ത്രണം. ഇൻ അതർ ഡിസ്ട്രിക്ട്സ് ഓഫ് ദ നാഷണൽ ക്യാപിറ്റൽ ഒഫീഷ്യൽസ് സെഡ്. എന്നാൽ മറ്റ് ഇടങ്ങളിൽ, ജില്ലകളിൽ എന്തില്ല, ഇത്തരത്തിലുള്ള ട്രാഫിക് നിയന്ത്രണങ്ങൾ ഇല്ല എന്ന് ആണ് ഒഫീഷ്യൽസ് പറയുന്നത്. ഇന്ന് നമ്മൾ പഠിച്ച വാക്കുകളിലേക്ക് നമുക്കൊന്നുകൂടി കടന്നു പോവാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത വേർഡ്സുകൾ. ഒന്ന് കർബ് എന്ന് പറഞ്ഞാൽ എന്താ? നിയന്ത്രണം അല്ലെങ്കിൽ നിയന്ത്രിക്കുക, നിരോധിക്കുക. ടു കൺട്രോൾ ഓർ ലിമിറ്റ് സംതിങ് ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. ആൻഡ് കിക്ക് ഇൻ എന്ന് പറഞ്ഞാൽ നിലവിൽ വരിക. ടു ബിഗിൻ ടു ഹാവ് ആൻ എഫക്റ്റ്. പിന്നെ നമ്മൾ പഠിച്ച വേർഡ് ഏതാ? നെക്സ്റ്റ്
വെയർ ധരിക്കുക, അണിയുക, പുട്ടോൺ കാണപ്പെടുക, പ്രത്യക്ഷപ്പെടുക, അപ്പിയർ. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു ഓൺ ദ ഗ്രൗണ്ട്. ഓൺ ദ ഗ്രൗണ്ട് സംഭവ സ്ഥലത്ത് സജീവം, എന്തെങ്കിലും സംഭവം നടന്ന സ്ഥലത്ത് പെട്ടെന്ന് വന്ന് സജീവമാകാം. അല്ലാതെ ജേർണലിസ്റ്റ്സ് ആർ ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ജേർണലിസ്റ്റുകൾ ഒരു സംഭവം നടന്നാൽ അവിടെ പെട്ടെന്ന് ജേർണലിസ്റ്റുകൾ എത്തി ജഗ പോകുക, അവർ വന്ന് അവരുടെ പരിപാടി തുടങ്ങി. അതുപോലെ പോലീസ് വന്നു, അവരുടെ പരിപാടി തുടങ്ങുന്നു. ഓൺ ദ ഗ്രൗണ്ട് സംഭവ സ്ഥലത്ത് സജീവമാകുക എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസാണ്, ഒരു ശൈലിയാണ്. അത് പ്ലേസ് ഓഫ് ഇമ്പോർട്ടൻസ് ആക്റ്റീവ്ലി എൻഗേജ്ഡ്. ഓക്കെ, ആക്റ്റീവ്ലി എൻഗേജ്ഡ്. സ്ട്രിഞ്ചൻറ്റ് മീൻസ് കർശനമായ, സ്ട്രിക്റ്റ് അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള, സ്ട്രിഞ്ചൻറ്റ്. ട്രാഫിക് റെഗുലേഷൻസ് ഗതാഗത നിയന്ത്രണങ്ങൾ, ട്രാഫിക് കൺട്രോൾസ്. നേരത്തെ നമ്മളൊരു വേർഡ് പഠിച്ചു ട്രാഫിക് കർബ്സ്. അതന്നെ ട്രാഫിക് റെഗുലേഷൻസ് മീൻസ് ട്രാഫിക് കർബ്സ്. നെക്സ്റ്റ് വേർഡ് നമ്മൾ പഠിച്ചു സമ്മിറ്റ്, ഉച്ചകോടി. ദാറ്റ് മീൻസ് മീറ്റിംഗ്, അല്ലെ ഒഫീഷ്യൽ ആയിട്ടുള്ള മീറ്റിംഗ് ആയിരിക്കും, ഇൻ്റർനാഷണൽ ലെവലിലുള്ള. ബാരിക്കേഡ് മീൻസ് വഴി അടയ്ക്കുക, പ്രിവെൻറ്റ് ഓർ ഡിലേ ദ മൂവ്മെൻറ്റ്, ബ്ലോക്ക് ഓർ ഡിഫെൻഡ് വിത്ത് എ ബാരിക്കേഡ്. ഒരു ബാരിക്കേഡ് വെച്ചിട്ട്, ബാരിക്കേഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഒരേ സമയം ബാരിക്കേഡ് നൗണുമാണ് വേർബുമാണ്. ഓക്കെ, ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രിവെൻറ്റ് ചെയ്യുന്നതിനെ, മൂവ്മെൻറ്റ് പ്രിവെൻറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നതിനെ ബാരിക്കേഡ് എന്ന് പറയും, വെർബായിട്ട് പറയും. വെന്യൂ എന്ന് പറഞ്ഞാൽ വേദിയാണ്, ദ പ്ലേസ് വേർ സംതിങ് ഹാപ്പൻസ്. ഓക്കെ, ഡെലിഗേറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിനിധിയാണ്, ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ ഫേം, ഓഫ് എ പാർട്ടി ഓർ സംതിങ്. ഓക്കെ, നെക്സ്റ്റ് റിമെയിൻ ഷട്ട് എന്ന് പറഞ്ഞാൽ അടഞ്ഞു കിടക്കുക, സ്റ്റേ ക്ലോസ്ഡ് ഓർ നോട്ട് ഓപ്പൺ. ഡെസിഗ്നേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർദ്ദേശിക്കപ്പെട്ട, അസൈൻഡ്, അലൊക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഏരിയ ഇതിനു വേണ്ടി ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ടതാണ്. ദാറ്റ് മീൻസ് ഇറ്റ് വാസ് അലോക്കേറ്റഡ് ഫോർ ദാറ്റ് സ്പെഷ്യൽ പർപ്പസ്. ഓക്കെ, റെഗുലേറ്റ് എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക, കൺട്രോൾ എന്നാണ്. റെഗുലേറ്റ് നിയന്ത്രിക്കുക, കൺട്രോൾ. ഓക്കെ, വാലിഡ് ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സ്, സാധുവായ തിരിച്ചറിയൽ രേഖകൾ, ഒഫീഷ്യൽ പ്രൂഫ് ഓഫ് എ പേഴ്സൺ ഓർ ഐഡൻറ്റിറ്റി. റെസ്ട്രിക്റ്റഡ് മീൻസ് പരിമിതപ്പെടുത്തി, ലിമിറ്റഡ്. കമ്മ്യൂട്ടേഴ്സ് മീൻസ് സ്ഥിരയാത്രക്കാർ, പേഴ്സൺസ് ഹു ട്രാവൽ ഓൺ റെഗുലർ ബേസിസ്. അണ്ടർഗോ വിധേയമാവുക, എക്സ്പീരിയൻസ് വിൽ ബി സബ്ജക്റ്റഡ് ടു, അണ്ടർഗോ സബ്ജക്റ്റഡ് ടു. ഓക്കെ, എൻഹാൻസ് സെക്യൂരിറ്റി ചെക്കിംഗ്, തീവ്രമായിട്ടുള്ള സുരക്ഷാ പരിശോധന. ഇൻറ്റൻസിഫൈഡ് സെക്യൂരിറ്റി ചെക്കിംഗ്. അങ്ങനെയെങ്കിൽ ഈ സെഷനോട് അവസാനിക്കുന്നു. മറ്റൊരു ന്യൂസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ഇത് 100 days ഉള്ള ഒരു 100 days ചലഞ്ചാണ്. കൂടെ പോരും. എല്ലാ വീഡിയോ, ഇതിന് മുമ്പത്തെ വീഡിയോ കാണുക, പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതുവരെയുള്ളതെല്ലാം കാണാം. എന്നുള്ളതും നിങ്ങളൊരു ഡയറി സൂക്ഷിക്കുക. ഓരോ വാർത്തയിലും കിട്ടുന്ന ഈ വാക്കുകളുടെ ലിസ്റ്റ് എഴുതി വെക്കുക. 100 ദിവസം കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവുന്ന ഒരു റിച്ച് വൊക്കാബുലറി കളക്ഷൻ ആയിരിക്കും. അത് മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു പ്രശ്നമാവില്ല. ഞാനിവിടെ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.